കോട്ടയം പൊൻകുന്നം തോണിപ്പാറയിൽ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. സാജൻ, ഭാര്യ അനീഷ എന്നിവരെയാണ് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരുവരെയും രക്തം വാർന്ന നിലയിൽ കിടപ്പുമുറിയിൽ കണ്ടെത്തുകയായിരുന്നു. അഖിൽ കെ വിവരങ്ങളുമായി. അഖിൽ, ദമ്പതികളെ മരിച്ച നിലയിൽ എപ്പോഴാണ് കണ്ടെത്തിയത്? എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത്? സ്മൃതി, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഈ കിടപ്പുമുറിയിൽ ഈ അനീഷയെയും അതുപോലെ തന്നെ സാജനെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇതിൽ എന്താണ് മരണകാരണം, അല്ലെങ്കിൽ ഇതൊരു കൊലപാതകമാണെന്ന കാര്യത്തിലൊന്നും പോലീസിന് വ്യക്തത വന്നിട്ടില്ല. നിലവിൽ പോലീസ് പ്രാഥമികമായി അറിയുന്നത് അത് സാജന്റെ കഴുത്തിലാണ് മുറിവുള്ളത്. ഈ അനീഷയുടെ ദേഹത്ത് ഒന്നിലധികം മുറിവുകളുണ്ടെന്ന് പറയുന്നു. പക്ഷേ എത്രത്തോളം മുറിവുകളുണ്ട് എന്നുള്ളത് ഈ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയായ ശേഷമേ പറയാൻ കഴിയൂ. കാരണം രക്തത്തിൽ ശരീരത്താകമാനം രക്തമായതുകൊണ്ട് തന്നെ മുറിവുകൾ എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. എന്താണ് ഇതിന്റെ കാരണം? അതായത് ഈ അനീഷയെ കൊലപ്പെടുത്തിയ ശേഷം സാജൻ ആത്മഹത്യ ചെയ്തതാണോ, അല്ലെങ്കിൽ ഇരുവരും ആത്മഹത്യ ചെയ്തതാണോ, മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന കാര്യത്തിലൊന്നും തന്നെ ഈ ഘട്ടത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഇവർക്ക് ചില സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നുണ്ട്. പക്ഷേ അത് തന്നെയാണോ കാരണം, അല്ലെങ്കിൽ ഇരുവരും തമ്മിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലൊന്നും തന്നെ വ്യക്തതയില്ല. ഇവരെ പുറത്തേക്കൊന്നും കാണാതായതോടുകൂടി തന്നെ ഈ അയൽവാസികൾ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഈ കിടപ്പുമുറിയിൽ ഇരുവരും രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന നിലയിൽ കണ്ടെത്തുന്നത്. തുടർന്നാണ് ഇവർ പോലീസിന് വിവരം അറിയിക്കുകയും പോലീസ് എത്തി പരിശോധന നടത്തുകയും ചെയ്തത്. എന്നാലും പ്രാഥമികമായി ഇത്തരത്തിൽ സാജന്റെ കഴുത്തിൽ ഒരു മുറിവ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മറ്റു മുറിവുകളും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് നടപടികൾ പൂർത്തിയാക്കണം എന്ന് തന്നെയാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. ഇവർക്ക് 3 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി അടുത്തുണ്ടായിരുന്നു. പക്ഷേ കുട്ടിക്ക് പരിക്കുകളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല. ഈ ഇരുവരുമാണ് രക്തത്തിൽ ഇത്തരത്തിൽ രക്തം വാർന്ന് കിടക്കുന്നതിൽ ഉണ്ടായിരുന്നത്. എന്തായാലും വിശദമായ പരിശോധന വിഷയത്തിൽ വേണം. എന്താണ് മരണകാരണം? ആത്മഹത്യയാണോ, അല്ലെങ്കിൽ കൊലപാതകമാണോ, മറ്റെന്തെങ്കിലും വിഷയങ്ങളാണോ എന്ന കാര്യത്തിലൊക്കെ തന്നെ വിശദമായ അന്വേഷണം നടത്തിയ ശേഷം മാത്രമേ പറയാൻ കഴിയൂ എന്നാണ് പോലീസ് പറയുന്നത്. അഖിൽ കെ ആണ് വിവരങ്ങൾ നൽകിയത്.